അങ്ങനെ ഇന്നലത്തെ മാച്ചോടുകൂടി T20 ഇന്ത്യയിൽ നിന്ന് അവസാനിച്ച് 3-1 എന്ന രീതിയിൽ ഇന്ത്യ T20 വിജയിക്കുകയും ചെയ്തു. സഞ്ജു സാംസണും അതുപോലെ അഭിഷേക് ശർമ്മയും ചേർന്ന് നല്ലൊരു തുടക്കം, ഏകദേശം 6 ഓവറിൽ 63 റൺസ് തന്നെ അവർ നേടി. അതിനുശേഷമാണ് അഭിഷേക് ശർമ്മ ഔട്ടായത്. സഞ്ജു സാംസന്റെ ആ ഒരു തുടക്കം, അദ്ദേഹത്തിന്റെ ആ ഒരു ഷോട്ടുകൾ വളരെ മികച്ചതായിരുന്നു. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് 6 ഒക്കെ എന്ന് വെച്ചാൽ വളരെ നിഷ്പ്രയാസം അദ്ദേഹം റൺസ് നേടുന്ന മനസ്സിലായി. അദ്ദേഹം ഔട്ടായതിൽ ഇന്ത്യയുടെ ഒരു മികച്ച ബോളിലാണെന്നുള്ളതിന്, ആ ബോൾ അൺപ്ലേയബിൾ ബോളായിരുന്നു. അദ്ദേഹം ആ ഒരു ബോളിലാണ് ഔട്ടായത്. ഒരു 50+ ഒക്കെ റൺസ് നേടുമെന്ന് കരുതി നല്ല രീതിയിലാണ് ബാറ്റ് ചെയ്തത്. അദ്ദേഹത്തിന് തുടർന്നും T20 മത്സരങ്ങൾ കളിക്കാൻ കഴിയട്ടെ എന്ന് നമ്മൾ കേരളീയർ, പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഉള്ള ആളുകൾ തന്നെ അതുപോലെ തന്നെ വിശ്വസിക്കുന്നു. തുടർന്ന് വന്ന തിലക് വർമ്മ എന്ന് പറഞ്ഞൊരു അൺറേറ്റഡ് ബാറ്റ്സ്മാൻ ആണെന്ന് മനസ്സിലായി. അദ്ദേഹം സ്കോർ ചെയ്യുന്നത് എത്ര നിഷ്പ്രയാസമാണ് സ്കോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ, ഒന്നും പറയാനില്ല, 16 ബോളിൽ അദ്ദേഹം 50 തികച്ചു. അദ്ദേഹത്തിന്റെ ആ ഒരു ഷോട്ട് തന്നെയാണ് ഇന്നലെ ഇന്ത്യ അത്രയും മികച്ച ഒരു സ്കോറിലേക്ക് ഉയർത്താൻ കഴിഞ്ഞത്. അതിനുശേഷം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്നത്തെ പ്ലെയർ ഓഫ് ദ മാച്ചായി. തുടർന്ന് വന്ന് സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ ക്വിന്റൺ ഡിക്കോക്ക്, അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്നും കളി കൊണ്ടുപോകുമോ എന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ അദ്ദേഹം ഔട്ടായതോടുകൂടി പിന്നീട് വന്നവർക്ക് അത്ര അങ്ങോട്ട് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്തായാലും നമുക്ക് 201 വരെ അവരെത്തി. 231 എന്നുള്ളൊരു സ്കോറിലേക്ക് വന്നുകൊണ്ടാണ് ഇന്ത്യ 30 റൺസ് ഇന്നലെ ജയിക്കാൻ സാധിച്ചത്. ബൗളറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ഓവറിൽ വരുൺ ചക്രവർത്തി ഇത്രയും റൺസ് വിട്ടുകൊടുത്തെങ്കിലും പിറ്റത്തെ ഓവറിൽ അദ്ദേഹം തിരിച്ചു വന്ന കണ്ടില്ല. എത്ര നിഷ്പ്രയാസമാണ്. അതാണ് ഒരു ക്വാളിറ്റി ബൗളറിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കൂടുതലൊന്നും ഈ വീഡിയോയിൽ പറയാനില്ല. നിങ്ങളെല്ലാം ഇന്നത്തെ മാച്ച് കണ്ടു കാണും. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്.